നിയമസഭ പിരിഞ്ഞു. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഏറ്റവും നിർണായകവും ചരിത്രപരവുമായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി മുഖ്യമന്ത്രി സതീശനും അതുപോലെ ലഹരിക്കെതിരെയുള്ള കൊടുങ്കാറ്റ് ആഞ്ഞു വീശിച്ചതിൽ രമേശ് ചെന്നിത്തലയുമൊക്കെ വലിയ താരപരിവേഷത്തോടെ നിൽക്കുന്നു. എങ്കിലും ഈ സഭാ സമ്മേളനത്തിൽ പ്രധാന താരമാരാണെന്ന് ചോദിച്ചാൽ അത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കേരളപ്പിറവിക്ക് ശേഷം നമ്മളൊരു സമ്പൂർണ്ണ സ്പീക്കറെ കാണുകയാണ് തിരുവഞ്ചൂരിലൂടെ. കൂടുതലും പുതുമുഖങ്ങൾ വന്നു കയറിയ ഒരു നിയമസഭയിൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒന്നും തന്നെ ഇടവരുത്താതെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സ്പീക്കറുടെ കടമയാണ്. അത് 100% അദ്ദേഹം നിറവേറ്റിക്കഴിഞ്ഞു. ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് അദ്ദേഹം പുതുമുഖങ്ങളുടെ ഈ സഭയെ നിയന്ത്രിച്ചത്. അതുപോലെ 100 കണക്കിന് പുതിയ പ്രഖ്യാപനങ്ങളും ബജറ്റ് അടക്കമുള്ള നിർണായക ചുവടുവെപ്പുകളുമെല്ലാം കണ്ട ഈ സഭയിൽ ഒരു പൂവ് നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ സഭയെ കൈകാര്യം ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സാമാജികൻ്റെ 4 പതിറ്റാണ്ടിനടുത്തുള്ള സഭയിലെ അനുഭവ സമ്പത്ത് തന്നെയാണ്. ഇനി സഭയിൽ വന്ന് അലമ്പുണ്ടാക്കുന്നവർ ആരായാലും അവർ ഒന്ന് ഭയക്കും. അങ്ങനെ സ്പീക്കറെ കുറിച്ച് പറയണമെങ്കിൽ ഈ സമ്മേളനത്തിൽ തന്നെ ഒട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിലും ഒരു 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത്. അത് രണ്ടും MLA-മാർക്ക് നൽകിയിരിക്കുന്ന താക്കീതാണ്. അതിലൊന്ന്, നിയമസഭയിലെ സന്ദർശക തിരക്കൊഴിവാക്കാൻ അടുത്ത സമ്മേളനം മുതൽ പ്രായോഗികമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നതും മറ്റൊന്ന്, സഭ ചേരുമ്പോൾ MLA-മാർ സഭയ്ക്കുള്ളിൽ ഇങ്ങനെ തേരാപാര നടക്കരുത് എന്നുമുള്ളതാണ്. അതായത് ഇക്കഴിഞ്ഞ സഭയിൽ നമ്മൾക്ക് കാണാനായത് നിയമസഭയ്ക്കകത്ത് തന്നെ ഒരു ലുലു മാളിൽ കയറിയ അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജനങ്ങൾക്കും ഒന്നിച്ചു ചേർന്നിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിനെ 140 മണ്ഡലങ്ങളാക്കി തിരിച്ച് അതിൽ നിന്നും ജനപ്രതിനിധികളെ അയച്ചത്. എന്നാൽ ജനങ്ങളെല്ലാം ഒഴുകിയെത്തി നിയമസഭയിലേക്ക്. MLA-മാരുടെ കൂടെയും അല്ലാതെയും ജനങ്ങൾ സഭയ്ക്കുള്ളിൽ എത്തിക്കൊണ്ടേയിരുന്നു. അവസാനം മന്ത്രിക്ക് തന്നെ പരാതി പറയേണ്ടി വന്നു. വലിയ തിരക്ക് കാരണം വോട്ടിങ്ങിന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് വനം മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ പരാതി സഭയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടു. ഷിബു ബേബി ജോണിന് അത് പറയാം, കാരണം കൂടെ വരാൻ പോലും ആളില്ലാത്തൊരു പാർട്ടിക്കാർ 4, 3, 7 പേർ വന്നാലായി. അതും കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമേ വരികയുമുള്ളൂ. പക്ഷേ കോൺഗ്രസും ലീഗുമെല്ലാം വലിയ പാർട്ടികളാണ്. ഏതായാലും അതിനെ തുടർന്നാണ് അടിയന്തര നടപടിക്ക് സ്പീക്കർ നിർദ്ദേശം നൽകിയത്. സഭയുടെ ഇടനാഴികളിൽ ഉണ്ടാകുന്ന ഈ വലിയ ജനക്കൂട്ടം അനാവശ്യ തിരക്ക് കാരണം ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക നിർവഹണത്തിന് തടസ്സം നേരിടുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത തവണ മുതൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സ്പീക്കർ തീരുമാനിച്ചത്. അത് ഏതെങ്കിലും MLA-മാരുടെ സഹായം കൊണ്ടുവരുന്നവരായതുകൊണ്ട് MLA-മാർക്ക് അതിൻ്റെ നിർദ്ദേശം നൽകിയതാണ്. മറ്റൊന്ന്, നിയമസഭയിലെ MLA-മാർ ചന്തവൽക്കരിക്കുന്നത് സ്പീക്കർ നിർത്തിയിരിക്കുന്നു. അതായത് സഭ ഗൗരവമായി മുമ്പോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഇങ്ങനെ ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ സഭയുടെ നടുവിലൂടെ ഇങ്ങനെ ഓളം വെട്ടി പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇനി പറയാൻ ഇടയാക്കരുത് എന്ന കർശനമായ താക്കീതാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-മാർക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അത്തരത്തിൽ പ്രവണതയുള്ള ഒരുപാട് MLA-മാർ ഈ സഭയിലുണ്ട്. വെറുതെ ഉത്സവത്തിനൊക്കെ വന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി സഭയിലെ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പുല്ല് എന്ന തരത്തിൽ കാണുന്ന MLA-മാർ നമുക്ക് ദൃശ്യങ്ങളിൽ പലപ്പോഴും കാണാം. എന്നാൽ ഇനി അത് സഭയ്ക്കുള്ളിൽ വേണ്ട എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് തിരുവഞ്ചൂർ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ എത്രയോ കാലം മുൻപേ സ്പീക്കർമാർ തന്നെ നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ അതെല്ലാവർക്കും കഴിയില്ല എന്നുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെളിയിച്ചിരിക്കുന്നു.